ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. An inductor store 16 joule of magnetic energy and dissipate 32 watt of thermal energy due to its resistance when an AC current of 2 ampere and frequency 50 Hz flows through it. The ratio of the inductive reactance to the resistance. അപ്പോൾ എ സി ചാപ്റ്ററും അതേപോലെ തന്നെ ഇ എം ഐ രണ്ടും കണക്ട് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുകയാണ് ഒരു ഇൻഡക്ടർ ഉണ്ട്, അതിനൊരു റെസിസ്റ്റൻസും ഉണ്ട്. അത് ഇവരൊരു എ സിയുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഒഴുകുന്ന ആർ എം എസ് കറണ്ട് ആണ്. ഐ ആർ എം എസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. ഐ ആർ എം എസിന്റെ വാല്യൂ 2 ആംപിയർ ആണ്. അതേപോലെ എ സിയുടെ ഫ്രീക്വൻസി 50 ഹേർട്സ് ആണ്. അപ്പൊ എനിക്ക് സെൽഫ് ഇൻഡക്ടൻസിന്റെ വാല്യൂ അറിയില്ല, റെസിസ്റ്റൻസും അറിയില്ല. ഇവർ ചോദിച്ചത് എക്സലിന്റെയും ആറിന്റെയും വാല്യൂ ആണ്. എക്സൽ എന്ന് പറയുമ്പോൾ എൽ ഒമേഗ, അപ്പൊ എല്ല് വേണം, ആറ് വേണം. ഈ എല്ലും ആറും കണ്ടുപിടിക്കാൻ അവർ കുറച്ച് ഹിന്റുകൾ തന്നിട്ടുണ്ട്. ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്ത എനർജി എത്രയാണ്? 16 ജൂളാണ്. ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്ത എനർജി നമുക്കറിയാം. എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ ഇസ് ഈക്വൽ ടു ഹാഫ് എൽ ഐ സ്ക്വയർ. എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ എത്രയാണ്? ഹാഫ് എൽ ഐ സ്ക്വയർ. വെറുതെ ഐ എന്ന് പറയുമ്പോൾ ആർ എം എസ് ആണ്. നമ്മൾ എ സിയിൽ പഠിക്കാറുണ്ടല്ലേ, വെറുതെ കറണ്ട്, വെറുതെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഒക്കെ ആർ എം എസ് ആണ്. അപ്പൊ എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടറിന്റെ വാല്യൂ ക്വസ്റ്റിൽ 16 തന്നിട്ടുണ്ട്. അതിൽ കറണ്ട് അറിയാം, അപ്പൊ എനിക്ക് എല്ല് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദെയർഫോർ ഹാഫ് ഇൻറ്റു എൽ ഇൻറ്റു കറണ്ടിന്റെ വാല്യൂ 2 ആണ്. അപ്പൊ 2 സ്ക്വയർ 4 വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 16. ഈ 4ഉം 16ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4, 2ന് അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ എൽ ഈസ് ഈക്വൽ ടു 2 ഹെൻറി. സെൽഫ് ഇൻഡക്ടൻസിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് റെസിസ്റ്റൻസ് കൂടി കിട്ടണം. റെസിസ്റ്റൻസ് കിട്ടാൻ അവർ ഹിന്റ് തന്നിട്ടുണ്ട്. അതിൽ ആ റെസിസ്റ്റർ ഡെസിപ്പേറ്റ് ചെയ്ത പവർ എത്രയാണ്? റെസിസ്റ്റർ ഡെസിപ്പേറ്റ് ചെയ്ത പവർ 32 ആണ്. ഓക്കെ, അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റും. വി നോ ദാറ്റ് പവറിന്റെ ഫോർമുല പവർ ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ആണ് അല്ലെ. പവറിന്റെ ഫോർമുല ഐ സ്ക്വയർ ആർ. പവർ തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്, അവിടുന്ന് റെസിസ്റ്റൻസ് കാണാൻ പറ്റും. ദെയർഫോർ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ ഐ സ്ക്വയർ. പവറിന്റെ വാല്യൂ 32, കറണ്ട് 2 ആണ്. 2 സ്ക്വയർ 4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഓം ആണ്. അപ്പൊ റെസിസ്റ്റൻസിന്റെ വാല്യൂ 8 ആണ്, സെൽഫ് ഇൻഡക്ടൻസും 8 ആണ്. നമ്മളോട് ചോദിച്ചത് എന്താണെന്നറിയോ? എക്സൽ ബൈ ആർ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ്. എക്സലിന്റെ വാല്യൂ എത്രയാണ്? എൽ ഒമേഗ ഡിവൈഡഡ് ബൈ ആർ അല്ലെ. നമുക്ക് വാല്യൂ എടുക്കാം. എല്ലിന്റെ വാല്യൂ എത്ര? 8. ഒമേഗ എന്ന് പറയുമ്പോൾ 2π ഇൻറ്റു ഫ്രീക്വൻസി. ഫ്രീക്വൻസിന്റെ വാല്യൂ ക്വസ്റ്റനിൽ 50 തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ്? 8 ആണ്. അതിൽ 8 8 നമുക്ക് കട്ട് ചെയ്യാം. സോ 2 ഇൻറ്റു പൈ അല്ലേ. സോ 2π ഇൻറ്റു 50 എന്ന് വരും അല്ലേ. 2π ഇൻറ്റു 50 ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ എന്ന് പറയുമ്പോൾ 2π ന്യൂ ആണ്. അതിൽ ഫ്രീക്വൻസിന്റെ വാല്യൂ ഓൾറെഡി അവർ 50 തന്നിട്ടുണ്ട്. സോ ദെയർഫോർ 2π ഇൻറ്റു 50. 2 ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ 100π. ഓക്കെ, പൈയുടെ വാല്യൂ 3.14. അപ്പോൾ 3.14 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 314 ആണ് ആൻസർ വരുന്നുണ്ടാവുക. 314. സോ ദ ആൻസർ വിൽ ബി 314.